തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ ശനിയാഴ്ച ചോദ്യം ചെയ്യുന്നത്. ഈ മൂന്നാം പ്രതി അഭിനന്ദിന്റെ ഫോണിലെ ശബ്ദരേഖയിൽ രാഹുലിന്റെ കൂടി പേര് പരാമർശിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആ സംഭവത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത്. രാഹുലിന്റെ ഐഫോൺ പരിശോധിക്കണമെന്ന് പലതവണ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറായില്ല എന്നൊരു വിശദീകരണമാണ് ആ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് എടുക്കുന്ന നിലപാട്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന പേരിൽ വ്യാജ കാർഡ് ഉണ്ടാക്കി എന്നതാണ് കേസ്. ഇതിൽ അരുൺ, മറ്റൊന്ന് ഈ കേസിൽ രാഹുലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരു പക്ഷേ ഈ വിവാദങ്ങളൊക്കെ ഉയർന്നപ്പോൾ ഇടയ്ക്ക് വീണ്ടും പറഞ്ഞു കേട്ടൊരു പേരാണ് ഈ ഫെനി നൈനാൻ എന്നൊക്കെയുള്ള പേര്. ഈ ഫെനി നൈനാനെയും ബിന്നിലിനെയും അഭിനന്ദ് അങ്ങനെയുള്ള കുറച്ചു പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. തെളിവുണ്ടോ എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ പേര് പരാമർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലതവണ വെല്ലുവിളിച്ചതാണ്. ഇപ്പോൾ രാഹുൽ ദുർബലനാണ്, പാർട്ടിയുടെ പോലും ഒരു പ്രതിരോധമില്ലാത്ത സാഹചര്യമാണ്. അത് കൃത്യമായി പോലീസും മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതൊരു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ കേസ് കൂടിയാണ്. വ്യാജരേഖ നിർമ്മിച്ചു, അതിനെ സ്വാഭാവികമായ രേഖ നിർമ്മിക്കണമെങ്കിൽ, തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കണമെങ്കിൽ അതിന്റേതായ മറ്റ് സാങ്കേതിക സഹായങ്ങളൊക്കെ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ അത്തരം അന്വേഷണമാണ് ഒരു ഫോറൻസിക് പരിശോധന അടക്കം. പലപ്പോഴും ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന പരാതി വിലയിരുത്തൽ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഫലമായി അത്തരം സൂചനകൾ നേരത്തെ അന്വേഷണം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പല കാര്യങ്ങളും റിക്കവർ ചെയ്യേണ്ടതുണ്ട് സാങ്കേതിക വിദഗ്ധ സഹായത്തോടുകൂടി. അങ്ങനെയാണ് അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു തെളിവുകൾ, ചില പ്രതികളെയൊക്കെ കാലത്ത് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഇതിന്റെ തുടർ കാര്യങ്ങളിലേക്ക് പോകാൻ സ്വാഭാവികമായും ആ തെളിവുകൾ കൂടി വേണം. ആ തെളിവുകൾ ശേഖരിക്കുന്ന ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘമുള്ളത്. അതിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത്. എത്രത്തോളം അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള ശക്തിയുള്ള തെളിവായി മാറുമെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അത് ഇനി അന്വേഷണ സംഘം തന്നെയാണ് പറയേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറിവോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന് വ്യക്തമാക്കുന്ന എന്തെങ്കിലും അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും അത്തരം സാധ്യതകൾ അവർ പരിശോധിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് സ്വാഭാവികമായും ഒരു ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല അന്വേഷണ സംഘം ഇതുവരെയും. രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ രേഖ ഉണ്ടാക്കി എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത്. രാഷ്ട്രീയമായും അത്തരം ആരോപണം തന്നെയാണ് CPM-ഉം സർക്കാരും ഒക്കെ ഉന്നയിക്കുന്നത്. ഏതായാലും അത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. എത്രത്തോളം വലിയ തെളിവാണിത് എന്ന് അറിയേണ്ടതുണ്ട്. മറ്റു പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴുള്ള അല്ലെങ്കിൽ അവരെ മൊഴിയെടുത്തപ്പോഴുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ഇതുമായി പരസ്പരം പരിശോധിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടി ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികം പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെയുള്ള ഒരു പ്രിവിലേജ്, അദ്ദേഹം MLA ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഏറ്റവും സ്വീകാര്യനായ അല്ലെങ്കിൽ ഏറ്റവും ജനകീയരായ MLA-മാരുള്ള യുവ MLA-ക്കുള്ള ഒരു പ്രിവിലേജ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലില്ല. കാരണം പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞ ആളാണ്, പാർട്ടി അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത ആളാണ്, അവരുടെ നിയമസഭാ കക്ഷിയിൽ പോലും ക്ഷണിക്കില്ല എന്ന് പ്രതിപക്ഷ തുറന്നു പറഞ്ഞ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ദുർബലമായ അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയുള്ളത്. അപ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ രാഹുലിനെതിരെ കടുത്ത നീക്കങ്ങൾ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. അതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കൂടിയാകാം ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യൽ. പക്ഷെ തെളിവുകളാണ് ഏറ്റവും പ്രധാനം. രാഹുലിനെ ഇതുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇപ്പോഴത്തെ ഈ ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഉണ്ട് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ശരി, വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.